അതായത് ഇനി കോട്ടയത്തേക്ക് കൂടി പോവുകയാണ്. കോട്ടയത്ത് നിന്നും അഖിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഖിൽ, എന്തായാലും കോട്ടയത്ത് നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. കോട്ടയം എരുമേലി പഞ്ചായത്തുകളിൽ ക്വാറം തികയാത്തതിനാൽ തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു ചിത്രം? പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് അതിനാടകീയതകൾ ഉണ്ടായത്. ഒന്ന് കുമരകം പഞ്ചായത്തിലാണ്. കുമരകം പഞ്ചായത്തിൽ ഈ BJPയുടെ വോട്ട്, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് BJP 3 അംഗങ്ങൾ വോട്ട് ചെയ്തു. ഇതോടുകൂടി 8-8 എന്ന നിലയിലേക്ക് LDF അധികാരത്തിലെത്തുന്ന പ്രതീക്ഷയെങ്കിലും 8-8 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും പിന്നീട് നടന്ന നറുക്കെടുപ്പിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള AP ഗോപി ഇത്തരത്തിൽ വിജയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ എന്തായാലും ഈ തങ്ങളുടെ പാർട്ടി വീപ്പ് ലംഘിച്ച ആളുകൾക്കെതിരെ നിയമപരമായും അല്ലാതെയുള്ള പാർട്ടിപരമായ നടപടികൾ, സംഘടനാപരമായ നടപടികളും എടുക്കുമെന്ന BJP ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ LDFന് കുമരകം പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെയാണ്. മറ്റൊരു സംഭവം ഉണ്ടായത് മുത്തോലി ഗ്രാമപഞ്ചായത്തിലാണ്. മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ ഈ CPMന്റെ അതായത് CPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഇത്തമ്മ. CPIയുടെ മങ്കൊമ്പ് വാർഡിൽ നിന്നും വിജയിച്ചു വന്നതാണ് ഇത്തമ്മ. CPIയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ വോട്ട് ചെയ്തത് UDF സ്ഥാനാർത്ഥിക്കായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടുകൂടി ഈ 2 സ്ഥാനാർത്ഥി UDFന്റെയും അതുപോലെ തന്നെ LDFന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ 7-7 എന്ന നിലയിലേക്ക്. പക്ഷേ ടോസിലെ ഭാഗ്യം അത് LDFനെ തുണച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ച് അധ്യക്ഷയാവുന്ന സാഹചര്യം കൂടി മുത്തോലിയുണ്ടായി. എന്തായാലും അതിനാടകീയ സംഭവങ്ങളായിരുന്നു. CPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കാലുവാരിയപ്പോൾ ഒരു ഘട്ടത്തിൽ പണി കിട്ടിയെന്ന് LDFും വിചാരിച്ചിരുന്നതാണ്. മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത് എരുമേലി പഞ്ചായത്തിലാണ്. കാരണം എരുമേലി ഗ്രാമപഞ്ചായത്തിൽ 14 സീറ്റ്, അതായത് കേവല ഭൂരിപക്ഷത്തിനേക്കാൾ 2 സീറ്റുകൾ കൂടുതൽ UDFന് അവിടെ ലഭിച്ചു. പക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച 2, അതായത് ST സംവരണമാണ് ഇത്തവണ എരുമേലി പഞ്ചായത്തിൽ അധ്യക്ഷ സ്ഥാനത്തിനുള്ളത്. പക്ഷേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ മത്സരിപ്പിച്ച 2 പേർ, ആ 2 പേരെയും ഈ 14 പേരെ വിജയിപ്പിച്ചപ്പോഴും ഈ 2 പേരെയും വിജയിപ്പിക്കാൻ UDFന് ആയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സംവരണ സീറ്റിൽ മത്സരിപ്പിക്കാൻ UDFന് ആളുണ്ടായിരുന്നില്ല. മറിച്ച് ഉണ്ടായിരുന്നത് BJPക്കും അതുപോലെ തന്നെ CPMനുമാണ് ഈ 2 സീറ്റുകളിൽ മത്സരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നത്. ആ 2 പേരെയും, അതായത് ആ 2 പേരെയും പിന്താങ്ങേണ്ടതില്ല എന്ന തീരുമാനം UDF എടുത്തു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനും UDF അംഗങ്ങൾ തീരുമാനിച്ചു. അതോടുകൂടിയാണ് ഈ 12 എന്ന കോറം തികയേണ്ട 12 എന്ന മന്ത്രി സംഖ്യയിലേക്ക് LDFന്റെ BJPയുടെ അംഗങ്ങൾ എത്തിയപ്പോഴും ആ കോറം തികയാതെ വന്നതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും എന്ത് തീരുമാനം UDF എടുക്കുമെന്നാണ് കാത്തിരുന്ന് കാണുന്നത്. കാരണം അവർക്ക് സ്ഥാനാർത്ഥിയില്ല. ഇനിയൊരു മുൻപിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ, അതായത് ഒരു സ്ഥാനാർത്ഥി രാജിവെച്ച് ആ സ്ഥാനത്ത് മറ്റൊരു സമര സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിച്ചെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം. അല്ലെങ്കിൽ LDFന്റെയോ BJPയുടെയോ അംഗങ്ങളെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ 2 മുന്നണികളിൽ ഏതെങ്കിലും ഒന്നിന്റേതാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായി ഇത്തരത്തിലുള്ള നാടകീയത അരങ്ങേറിയത്. മറ്റ് 3 സ്ഥലങ്ങളിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതെ ലോട്ടിട്ട നറുക്കെടുപ്പാണ് നടന്നത്. അതിൽ കറുകച്ചാലും അതുപോലെ തന്നെ ഭരണകാലത്ത് LDF വിജയിച്ചു വന്നപ്പോൾ കറുകച്ചാലും അതുപോലെ തന്നെ മരങ്ങാട്ടുപള്ളിയിലും ജയിച്ചത് UDF ആണ്. UDFന്റെ 2 അംഗങ്ങൾ ഈ സ്ഥലത്ത് വിജയിച്ചു വന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായത് കരൂർ ഗ്രാമപഞ്ചായത്തിലാണ്. കരൂർ ഗ്രാമപഞ്ചായത്തിൽ UDFന്റെ മെമ്പറെ, അതായത് UDFന്റെ സ്വന്തം സ്ഥാനാർത്ഥി വിജയിച്ച മെമ്പറെ LDF വിലക്കി വാങ്ങിയത്. LDF മറുചേരിയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു. കാരണം അവിടെ UDFന് 9ഉം LDFന് 8 സീറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് നടത്തി ഇന്നലെ രാത്രിയിലൊക്കെ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ ഈ പ്രിൻസ്, അതായത് UDFന്റെ സ്വന്തം സ്ഥാനാർത്ഥി വിജയിച്ച പ്രിൻസ് മറുചേരിയിലേക്ക് ചാടുകയും അവിടെ എത്തി പ്രസിഡന്റായി വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തിൽ പ്രധാനമായും ഈ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ നാടകീയതകളും മറ്റ് സംഭവങ്ങളും ഉണ്ടായത്. എന്തായാലും കോട്ടയത്തെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 43 ഇടങ്ങളിലാണ് UDF വിജയിച്ചത്. 23 സ്ഥലങ്ങളിൽ LDF വിജയിച്ചപ്പോൾ ഒരു സ്ഥലത്ത് അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള കുമരകത്ത് ഒരാൾ വിജയിച്ചു. മറ്റൊരു എരുമേലിയിൽ ഇപ്പോഴും അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുമില്ല.